തിരുവനന്തപുരം ഡൽഹി എയർ ഇന്ത്യ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കി. റഡാറുമായുള്ള ബന്ധത്തിൽ തകരാർ നേരിട്ടതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ് തുടങ്ങി 5 എംപിമാർ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. എയർ ഇന്ത്യ 2455 എന്ന വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, യാത്രക്കാരെല്ലാം സുരക്ഷിതരാണോ? എന്താണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. ഏറ്റവും ഒടുവിലായി നമുക്കറിയാൻ സാധിക്കുന്നത് 12:30 ഇന്ന് രാത്രി 12:30 ചെന്നൈയിൽ നിന്നും ഫ്ലൈറ്റ് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരം ഡൽഹി വിമാനമാണ് അടിയന്തരമായിട്ട് ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കിയത്. റഡാറുമായുള്ള ബന്ധത്തിൽ തകരാർ നേരിട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കേണ്ടി വന്നത്. വിമാനത്തിൽ ഉണ്ടായിരുന്നത് 5 എംപിമാരാണ്. കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, കെ. രാധാകൃഷ്ണൻ, റോബർട്ട് ബ്രൂസ് എന്നിവരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. നാളെ ഡൽഹിയിൽ നടക്കുന്ന അടിയന്തര കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു എംപിമാര്. എയർ ഇന്ത്യ 2455 വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും വിമാനം 7:50 പുറപ്പെടുന്നത്. പറന്നുയർന്ന് 1 മണിക്കൂർ 10 മിനിറ്റ് പിന്നിട്ടപ്പോൾ സാങ്കേതിക തകരാറുകൾ കണ്ടെത്തി. തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ വിമാനം 1 മണിക്കൂറിലധികം സമയം പറന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അടിയന്തരമായിട്ട് ചെന്നൈ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ വിമാനം ലാൻഡ് ചെയ്തത്. ഇന്ന് രാത്രി 12:30 കൂടി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ റഡാറുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചത് ഉടൻ ആ സമയം തന്നെ വിമാനം അടിയന്തരമായിട്ട് ഇത്തരത്തിൽ ചെന്നൈ വിമാനത്താവളത്തിലേക്ക് ഇറക്കുകയായിരുന്നു. രോഹിണി. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.